ഹായ്, എല്ലാവർക്കും മീനു മോഹൻ PSC ടിപ്സിലേക്ക് സ്വാഗതം. കേരളവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കാം. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ പുന്നമട കായൽ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമട കായൽ. പൊന്നാനി വള്ളംകളി നടക്കുന്നത് BM കായൽ. പൊന്നാനി വള്ളംകളി നടക്കുന്ന കായൽ BM കായൽ. ഇന്ദിരാഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്നത് കൊച്ചി കായൽ. ഇന്ദിരാഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്നത് കൊച്ചി കായൽ. രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്നത് പുളിങ്കുന്നത്തു കായൽ. രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്നത് പുളിങ്കുന്നത്ത് കായൽ. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് കന്നേറ്റി കായൽ. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് കന്നേറ്റി കായൽ. അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്നത് വെള്ളയാണി കായൽ. ശ്രീനാരായണ ജയന്തി വള്ളംകളി നടക്കുന്നത് കുമരകം കായൽ. ഉത്തര മലബാർ ജലോത്സവം നടക്കുന്നത് തേജസ്വിനി നദിയിൽ. ഉത്തര മലബാർ ജലോത്സവം നടക്കുന്നത് തേജസ്വിനി നദിയിൽ. കുഞ്ഞാലിമരയ്ക്കാർ ട്രോഫി വള്ളംകളി നടക്കുന്നത് ചാലിയാർ. കുഞ്ഞാലിമരയ്ക്കാർ ട്രോഫി വള്ളംകളി നടക്കുന്നത് ചാലിയാർ. മദർ തെരേസ ട്രോഫി വള്ളംകളി നടക്കുന്നത് അച്ചൻ കോവിലാർ. മദർ തെരേസ ട്രോഫി വള്ളംകളി നടക്കുന്നത് അച്ചൻ കോവിലാർ. ചമ്പംകുളം മൂലം വള്ളംകളി നടക്കുന്നത് പമ്പ. ചമ്പംകുളം മൂലം വള്ളംകളി നടക്കുന്നത് പമ്പ. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് പമ്പ. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് പമ്പ. ഇടമലയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം. ഇടമലയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ല. പെരിങ്ങൽകുത്ത് ഷോളയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂർ ജില്ല. പെരിങ്ങൽകുത്തും ഷോളയാർ അണക്കെട്ടും സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ല. മൂഴിയാർ കക്കിയാർ സ്ഥിതി ചെയ്യുന്ന മൂഴിയാർ അണക്കെട്ട് കക്കിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ല. പെരിയാറിന്റെ പോഷക നദിയാണ് മുതിരമ്പുഴ. പെരിയാറിന്റെ ഒരു പോഷക നദിയാണ് മുതിരമ്പുഴ. കുറ്റ്യാടിപ്പുഴയുടെ മറ്റൊരു പേര് പെരുവണ്ണാമുഴി. കുറ്റ്യാടിപ്പുഴയുടെ മറ്റൊരു പേര് പെരുവണ്ണാമുഴി. കുറ്റ്യാടിപ്പുഴ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ല. കുറ്റ്യാടിപ്പുഴ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ല. ഉപേക്ഷിക്കപ്പെട്ട പാത്രക്കടവ് പദ്ധതി ഏത് നദിയിലാണ്? കുന്തിപ്പുഴ. സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്ന പുഴ കുന്തിപ്പുഴ. കേരളത്തിൽ 200 കിലോമീറ്റർ ദൂരത്തിൽ കുറവ് ഒഴുകുന്ന നദികളുടെ എണ്ണം. കേരളത്തിൽ 200 കിലോമീറ്ററിൽ കുറവൊഴുകുന്ന നദികളുടെ എണ്ണം 42. ഭാരതപ്പുഴയുടെ പോഷക നദികൾ കോരാപ്പുഴ, ഗായത്രിപ്പുഴ, കുന്തിപ്പുഴ. ഭാരതപ്പുഴയുടെ പോഷക നദികൾ കോരാപ്പുഴ, ഗായത്രിപ്പുഴ, കുന്തിപ്പുഴ. പെരിയാറിന്റെ പോഷക നദിയാണ് പന്നിയാർ, ചെറുതോണിയാർ, കട്ടപ്പനയാർ, മുയലാർ. പെരിയാറിന്റെ പോഷക നദികൾ പന്നിയാർ, ചെറുതോണിയാർ, കട്ടപ്പനയാർ, മുയലാർ. പമ്പ നദിയുടെ വൃഷ്ടിപ്രദേശം എത്ര കിലോമീറ്റർ ആണ്? പമ്പ നദിയുടെ വൃഷ്ടിപ്രദേശം 2232 ചതുരശ്ര കിലോമീറ്റർ ആണ്. 2235 ചതുരശ്ര കിലോമീറ്റർ വൃഷ്ടിപ്രദേശത്താണ് പമ്പ നദി സ്ഥിതി ചെയ്യുന്നത്. 2235 ചതുരശ്ര കിലോമീറ്റർ വൃഷ്ടിപ്രദേശത്ത് പമ്പ നദി സ്ഥിതി ചെയ്യുന്നു. കായലുകളുടെ രാജ്ഞി ശാസ്താംകോട്ട. കായലുകളുടെ രാജ്ഞി ശാസ്താംകോട്ട. കേരളത്തിലെ കായലുകളുടെ എണ്ണം 34. കേരളത്തിലെ കായലുകളുടെ എണ്ണം 34. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ തടാകം വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ തടാകം വേമ്പനാട്ട് കായൽ. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള തടാകം വേമ്പനാട്ട് കായൽ. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള തടാകം വേമ്പനാട്ട് കായൽ. കൊച്ചി കായൽ, പുന്നമട കായൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കായൽ വേമ്പനാട്ട് കായൽ. കൊച്ചി കായൽ, പുന്നമട കായൽ എന്നീ പേരുകളിലും വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്നു. വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ല ആലപ്പുഴ, എറണാകുളം, കോട്ടയം. ആലപ്പുഴ, എറണാകുളം, കോട്ടയം. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായൽ. വെല്ലിംഗ്ടൺ ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായൽ. വൈപ്പിൻ സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായൽ. വല്ലാർപാടം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായൽ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യോത്തരമാണ്. പാതിരാമണൽ, വെല്ലിംഗ്ടൺ ഐലൻഡ്, വൈപ്പിൻ,
വല്ലാർപാടം ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് ഏത് കായൽ തീരത്താണ്? വേമ്പനാട്ട് കായൽ. തോട്ടപ്പള്ളി സ്പിൽവേ സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ റാംസർ സ്റ്റേറ്റ് വേമ്പനാട്ട് കായൽ. വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള കായൽ അഷ്ടമുടി കായൽ. അഷ്ടമുടി കായൽ വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള കായൽ അഷ്ടമുടി കായൽ. അഷ്ടമുടി കായലിന്റെ മറ്റൊരു പേര് ആശ്രാം കായൽ. അഷ്ടമുടി കായലിന്റെ മറ്റൊരു പേര് ആശ്രാം കായൽ. കായലുകളുടെ കവാടം എന്നറിയപ്പെടുന്നത് അഷ്ടമുടി കായൽ. കായലുകളുടെ കവാടം എന്നറിയപ്പെടുന്നത് അഷ്ടമുടി കായൽ. പനയോലയുടെ ആകൃതിയിലുള്ള കായൽ അഷ്ടമുടി കായൽ. നീരാളിയുടെ ആകൃതിയിലുള്ള കായൽ അഷ്ടമുടി കായൽ. 8 ശിഖരങ്ങളുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ അഷ്ടമുടി കായൽ. അഷ്ടമുടി കായൽ അറബിക്കടലുമായി ചേരുന്ന ഭാഗം നീണ്ടകര. അഷ്ടമുടി കായൽ അറബിക്കടലുമായി ചേരുന്ന ഭാഗമാണ് നീണ്ടകര. മൺട്രോ തുരുത്ത് സ്ഥിതി ചെയ്യുന്നത് കല്ലടയാർ. മൺട്രോ തുരുത്ത് സ്ഥിതി ചെയ്യുന്നത് കല്ലടയാറ്റിൽ. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ കായൽ ഉപ്പളക്കായൽ. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ കായൽ ഉപ്പളക്കായൽ. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ കായൽ വെള്ളാണി കായൽ. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ കായൽ വെള്ളാണി കായൽ. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകം വെള്ളയാണിക്കായൽ. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകം വെള്ളയാണി കായൽ. കേരളത്തിന്റെ 2ാമത്തെ ശുദ്ധജല തടാകം വെള്ളയാണിക്കായൽ. കേരളത്തിന്റെ 2ാമത്തെ ശുദ്ധജല തടാകമാണ് വെള്ളയാണിക്കായൽ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. ശാസ്താംകോട്ട കായൽ എഫ് ആകൃതിയിൽ കാണപ്പെടുന്നു. ശാസ്താംകോട്ട കായൽ എഫ് ആകൃതിയിൽ കാണപ്പെടുന്നു. കായലുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന കായൽ ശാസ്താംകോട്ട കായൽ. കായലുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന കായൽ ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ തെക്കേ അറ്റത്തെ കടലുമായി ബന്ധിപ്പിക്കുന്ന കായൽ വേളി. കേരളത്തെ തെക്കേ അറ്റത്തെ കടലുമായി ബന്ധിപ്പിക്കുന്ന കായൽ വേളി. വേളി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. വേളി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം പൂക്കോട് തടാകം. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് പൂക്കോട് തടാകം. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിൽ. ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള തടാകം ഏത്? ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള തടാകം പൂക്കോട് തടാകം. ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള തടാകമാണ് പൂക്കോട് തടാകം. കേരളത്തിലെ വലിയ ഓക്സ്ബോ തടാകം. കേരളത്തിലെ വലിയ ഓക്സ്ബോ തടാകമാണ് വൈന്തല. വൈന്തലയാണ് കേരളത്തിലെ വലിയ ഓക്സ്ബോ തടാകം. സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ. ഹൃദയത്തിന്റെ ആകൃതിയുള്ള തടാകം ചെമ്പറ കൊടുമുടിയിൽ മേപ്പാടി വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകം ചെമ്പറ. ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകം ചെമ്പറ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ ജില്ല ഇടുക്കി. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതിയുള്ള ജില്ല ഇടുക്കി. ജലവൈദ്യുതി ഉൽപാദനത്തിൽ കേരളത്തിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതി കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നത് പെരിയാറിലാണ്. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള കേരളത്തിലെ ജില്ല പാലക്കാട്. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള കേരളത്തിലെ ജില്ല പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി ഭാരതപ്പുഴ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി ഭാരതപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. പള്ളിവാസൽ ആണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. പള്ളിവാസൽ പദ്ധതി കമ്മീഷൻ ചെയ്തത് 1940. പള്ളിവാസൽ പദ്ധതി കമ്മീഷൻ ചെയ്യുമ്പോഴുണ്ടായിരുന്ന ഭരണാധികാരി ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമ വർമ്മ.
പള്ളിവാസൽ പദ്ധതി കമ്മീഷൻ ചെയ്യുമ്പോൾ അധികാരത്തിലുണ്ടായിരുന്ന ഭരണാധികാരി ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമ വർമ്മ. കേരളത്തിൽ നിലവിൽ വന്ന രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ചെങ്കുളം. കേരളത്തിൽ നിലവിൽ വന്ന രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ചെങ്കുളം. ചെങ്കുളം പദ്ധതി സ്ഥിതി ചെയ്യുന്ന പെരിയാറിന്റെ പോഷക നദി മുതിരമ്പുഴ. ചെങ്കുളം പദ്ധതി സ്ഥിതി ചെയ്യുന്ന പെരിയാറിന്റെ പോഷക നദിയാണ് മുതിരമ്പുഴ. ഉൽപാദനശേഷിയിൽ കേരളത്തിലെ ഒന്നാമത്തെ ജലവൈദ്യുത പദ്ധതി. ഉൽപാദനശേഷിയിൽ കേരളത്തിലെ ഒന്നാമത്തെ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. ഉൽപാദനശേഷിയിൽ കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയാണ് ഉൽപാദനശേഷിയിൽ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലെ ജലസംഭരണി എന്ന് പറയുന്ന നദികൾ പമ്പ, കക്കിയാർ. പമ്പ, കക്കിയാർ എന്നീ നദികളിൽ നിന്നുള്ള ജലം ഉപയോഗിച്ചാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലൂടെ വൈദ്യുതി ഉൽപാദനം നടക്കുന്നത്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ ജലസംഭരണി സ്രോതസ്സുകളായിട്ടുള്ള നദികളാണ് പമ്പ, കക്കിയാർ. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി. ഉറുമി ജലവൈദ്യുത പദ്ധതികൾ ഏതു രാജ്യത്തിന്റെ സഹായത്തോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? ചൈന. ഉറുമി ജലവൈദ്യുത പദ്ധതി സഹായകരമായ രാജ്യമാണ് ചൈന. ഉറുമി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിൽ. ഉറുമി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിൽ. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ജലവൈദ്യുത പദ്ധതികൾ. കേരളത്തിലെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതികളാണ് മണിയാർ, കൂത്തുങ്കൽ, ഉള്ളങ്കൽ, കമ്പിളിക്കണ്ടം. മണിയാർ, കൂത്തുങ്കൽ, ഉള്ളങ്കൽ, കമ്പിളിക്കണ്ടം. മണിയാർ സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിൽ. മണിയാർ സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിൽ. കൂത്തുങ്കൽ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ. കൂത്തുങ്കൽ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ. ഉള്ളങ്കൽ സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിൽ. ഉള്ളങ്കൽ സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിൽ. കമ്പിളിക്കണ്ടം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ. കമ്പിളിക്കണ്ടം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ. കേരളത്തിലെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതികളാണ് മണിയാർ ജലവൈദ്യുത പദ്ധതി, കൂത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി, ഉള്ളങ്കൽ ജലവൈദ്യുത പദ്ധതി, കമ്പിളിക്കണ്ടം. മണിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലും കൂത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലും ഉള്ളങ്കൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലും കമ്പിളിക്കണ്ടം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലുമാണ്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി മണിയാർ. മണിയാറാണ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. സ്വകാര്യ മേഖലയിലുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. സ്വകാര്യ മേഖലയിൽ കേരളത്തിലുള്ള ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കൂത്തുങ്കൽ. കേരളത്തിലെ ആദ്യത്തെ ഡാം. കേരളത്തിലെ ആദ്യത്തെ ഡാം മുല്ലപ്പെരിയാർ. കേരളത്തിലെ ആദ്യത്തെ ഡാം മുല്ലപ്പെരിയാർ. ഇന്ത്യയിലെ ആദ്യത്തെ കോൺക്രീറ്റ് ഡാം മാട്ടുപ്പെട്ടി. ഇന്ത്യയിലെ ആദ്യത്തെ കോൺക്രീറ്റ് ഡാം മാട്ടുപ്പെട്ടി. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള അണക്കെട്ട് ഇടുക്കി അണക്കെട്ട്. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള അണക്കെട്ട് ഇടുക്കി അണക്കെട്ട്. കേരളത്തിലെ ഏക ആർച്ച് ഡാം ഇടുക്കി ഡാം. കേരളത്തിലെ ഏക ആർച്ച് ഡാം ഇടുക്കി ഡാം. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള അണക്കെട്ടുകൾ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള അണക്കെട്ടുകൾ ഇടുക്കി, ചെറുതോണി, കുളമാവ്. ഇടുക്കി, ചെറുതോണി, കുളമാവ്.
ഇടുക്കി ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്ത പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഇടുക്കി ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്തത് ഇന്ദിരാഗാന്ധി. 1976 ഫെബ്രുവരി 12. 1976 ഫെബ്രുവരി 12. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപാദന ശേഷി 780 മെഗാവാട്ട്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപാദന ശേഷി 780 മെഗാവാട്ട്. 780 മെഗാവാട്ട്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിക്ക് സഹായിച്ച രാജ്യം കാനഡ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിക്ക് സഹായിച്ച രാജ്യം കാനഡ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിലെ പവർ സ്റ്റേഷൻ മൂലമറ്റം. പവർ സ്റ്റേഷൻ മൂലമറ്റം. ഭൂഗർഭ ജലവൈദ്യുത നിലയം ഏതാണ് കേരളത്തിലേത്? കേരളത്തിലെ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഏത്? മൂലമറ്റം. കേരളത്തിലെ ഭൂഗർഭ ജലവൈദ്യുത നിലയം മൂലമറ്റം. മൂലമറ്റം വൈദ്യുത നിലയത്തിൽ നിന്നും ജലമെത്തുന്ന നദി. മൂലമറ്റം പവർ സ്റ്റേഷനിലേക്ക് ജലമെത്തുന്നത് ഏത് നദിയിൽ നിന്നാണ്? തൊടുപുഴയാർ. തൊടുപുഴയാറ്റിൽ നിന്നുമാണ് മൂലമറ്റം പവർ സ്റ്റേഷനിലേക്ക് ജലം എത്തുന്നത്. ഏതൊക്കെ പർവ്വതങ്ങൾക്കിടയിലാണ് ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്നത്? കുറുവൻ, കുറത്തി മലനിരകൾക്കിടയിലാണ് ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്നത്. താങ്ക് യു.